എർത്തൈസ് മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്വർണ്ണവില ആഭരണ പ്രേമികളെയും വിവാഹാഭരണം വാങ്ങാൻ ശ്രമിക്കുന്നവരെയും നിരാശപ്പെടുത്തി. ഇന്ന് സർവകാല റെക്കോർഡിലെത്തി. ഗ്രാമിന് 35 രൂപ ഉയർന്ന് വില 8070 രൂപയായി. 280 രൂപ മുന്നേറി 64,560 രൂപയാണ് പവൻ വില. ഈ മാസം 11-ന് രേഖപ്പെടുത്തിയ പവന് 64,480 രൂപയും ഗ്രാമിന് 8035 രൂപയുമെന്ന റെക്കോർഡ് തകർന്നു. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം പവന് 2920 രൂപയും ഗ്രാമിന് 365 രൂപയും കൂടി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് ഇന്ന് 30 രൂപ ഉയർന്ന് പുത്തനുയരമായ 6640 രൂപയിലെത്തി. ഏറെക്കാലമായി മാറ്റമില്ലാതിരുന്ന വെള്ളി വിലയും ഗ്രാമിന് 1 രൂപ വർദ്ധിച്ച 108 രൂപയായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ പകരത്തിനു പകരം തിരിവ് ഏർപ്പെടുത്തുന്നതിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതുതായി മരുന്നുകൾ, വാഹനം, സെമി കണ്ടക്ടറുകൾ എന്നിവയ്ക്കും 25% തിരിവ് ഏർപ്പെടുത്തി. വ്യാപാര യുദ്ധത്തിന് തീവ്രത കൂട്ടിയത് പുതിയ ഉയരത്തിലേക്ക് കുതിക്കാൻ സ്വർണത്തിന് ആവേശമായി. ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കുന്നതും വ്യാപാര ബന്ധം ഉലയുന്നതും ഇതുമൂലം ഓഹരി വിപണികൾ നേരിടുന്ന വിൽപ്പന സമ്മർദ്ദവുമാണ് സ്വർണ്ണവിലയെ മുന്നോട്ട് നയിക്കുന്നത്. അമേരിക്ക-യുക്രൈൻ, അമേരിക്ക-യൂറോപ്യൻ യൂണിയൻ ബന്ധം വഷളാകുന്നതും സ്വർണത്തിനാണ് അനുകൂലം. നിക്ഷേപകർ താൽക്കാലിക സുരക്ഷിത താവളമായി നിക്ഷേപം, ഗോൾഡ് ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് മാറ്റുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ ഇന്ത്യയിലും മറ്റ് ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതും കരുത്താണ്. ഡോളറിനെതിരെ രൂപ തകരുന്നതിനാൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും വില വർധനയും ആക്കം കൂട്ടുന്നു. രാജ്യാന്തര വിപണി ഔൺസിന് $25 വർദ്ധിച്ച് സർവകാല റെക്കോർഡായ $2,943 $2,942 എന്ന മുൻ റെക്കോർഡാണ് മറികടന്നത്. 3% GSTയും 53.1% രൂപ ഹോൾമാർക്ക് ഫീസും പണിക്കൂലിയും കണക്കാക്കിയാൽ ഇന്ന് കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ നൽകേണ്ടത് 69,876 രൂപയാണ്. 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് 8,735 രൂപയും. വിവാഹ ആവശ്യത്തിനും മറ്റും വലിയ അളവിൽ സ്വർണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്കാണ് ഈ വിലക്കയറ്റം കൂടുതൽ തിരിച്ചടി. അതേസമയം സ്വർണം പണയം വയ്ക്കുന്നവർക്കും പഴയ സ്വർണം വിറ്റഴിച്ച് പണം നേടാൻ ശ്രമിക്കുന്നവർക്കും നേട്ടവുമാണ്.